ഇന്ന് നമ്മളെ പ്ലാന്റിന് കൊടുക്കുന്ന ഫെർട്ടിലൈസർ ഈ കാണിക്കുന്നതാണ് കേട്ടോ. ഒരുപാട് ഉള്ളിത്തോല് കിട്ടി നമുക്ക്. ഉള്ളിൻ്റെ തോലുണ്ട്, വെളുത്തുള്ളിൻ്റെ തോലുണ്ട്, ഇഞ്ചിൻ്റെ തോലുണ്ട്. അപ്പോൾ ഇതാണ് ഇന്ന് നമ്മൾ ഫെർട്ടിലൈസറായിട്ട് കൊടുക്കുന്നത്. എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് കാണണ്ടേ? ഇത് ഇഞ്ചിത്തോലാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാതും കൂടി കുറച്ചധികം കിട്ടിയപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പ്ലാന്റിന് ഇത് നല്ല ഒരു ഫെർട്ടിലൈസറും പെസ്റ്റിസൈഡും എന്താ പറയുക, നമ്മുടെ പ്ലാന്റ് വേര് വരാനും മൊട്ട് വരാനും എല്ലാത്തിനും നല്ലതാണ് കേട്ടോ. നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ ഉള്ളിത്തോലെല്ലാം കൂടി കൂടിയിട്ട് ഒരു പാത്രത്തിലിട്ട് വെച്ച് വെള്ളം തിളപ്പിച്ചിട്ട് അതിലൊഴിച്ച് വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഒരുപാട് തോട് കിട്ടിയപ്പോൾ നമ്മൾ അത് ഒന്നിച്ചൊരു പാത്രത്തിലിട്ട് വെക്കുകയാണ്. ഈ കാണുന്ന വെള്ളം എന്ന് പറഞ്ഞത് മുട്ട പുഴുങ്ങിയ വെള്ളമാണ് കേട്ടോ. അപ്പോൾ അത് കളയണ്ടെന്ന് കരുതിയിട്ട് മുട്ട പുഴുങ്ങിയ വെള്ളത്തേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് അത് തിളപ്പിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ ഇന്നത്തെ ഫെർട്ടിലൈസറാണ് ഇത്. നിങ്ങൾക്കറിയാലോ, ഞാൻ കൊടുക്കുന്നത് നമ്മളെ വീട്ടിൽ എന്താണ് ഉണ്ടാകുന്നത് അത് മാത്രമാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്ലാന്റിന് വലിയൊരു കംപ്ലൈൻ്റ് ഒന്നും വരാതെ, വലിയ എന്താ പറയുക, തണ്ടും കോലും ആവാതെയും പിന്നെ മഞ്ഞ കളറൊന്നും വല്ലാണ്ട് വരാതെയും, ഒന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ സ്ഥിരമായിട്ട് എല്ലാ പ്ലാന്റും നിറയെ വന്ന് നിൽക്കുമല്ലോ, അങ്ങനെയൊന്നും ഇല്ലാതെയും വരും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അധികവും ഈ ഒരു ഫെർട്ടിലൈസർ കൊടുക്കുന്നത് കേട്ടോ. വല്ലപ്പോഴും മാത്രമേ 19 കൊടുക്കുള്ളൂ. ഇപ്പോൾ 19 കൊടുത്തിട്ടും കുറേ ആയിക്കണു. ഇനി നമുക്ക് അടുത്ത വളം 19 കൊടുക്കണം. അപ്പോൾ ഞാനിതൊരു പാത്രത്തിലിട്ട് വെച്ചിട്ട് എല്ലാ പച്ചക്കറീൻ്റെയും തൊലി ഒരു പാത്രത്തിലിട്ട് വെച്ചിട്ട് ഈ തിളച്ച വെള്ളം അതിലേക്ക് ഒഴിച്ച് അടച്ച് വെച്ചേക്കാണ് കേട്ടോ. അപ്പോൾ നല്ല തിളച്ച വെള്ളം ആയതുകൊണ്ട് തന്നെ അതൊരു ദിവസം ഞാൻ ഫുള്ളും അടച്ച് വെക്കുന്നുണ്ട്. ഒരു ദിവസം അടച്ച് വെച്ചതിന് ശേഷമാണ് നമ്മളെ പ്ലാന്റിന് കൊടുക്കുന്നത് കേട്ടോ. ഇങ്ങനെയൊക്കെ കൊടുക്കൊണ്ട് തന്നെ നമ്മളെ പ്ലാന്റ് ഇപ്പോൾ നമ്മളെ ടവറൊക്കെ ഉണ്ടാക്കിയത് നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട്. നിറയെ വേരും നിറയെ മൊട്ടും വരുന്നുണ്ട് കേട്ടോ. ഒക്കെ ഒന്ന് ആ തിളച്ച വെള്ളത്തിൽ അമർത്തി വെക്കുകയാണ്. എല്ലാം ഒന്ന് ആ വെള്ളത്തിൽ അമർത്തി വെച്ചിട്ട് അതൊന്ന് അടച്ച് വെക്കുക കേട്ടോ. ഇതിൽ 1-2 തക്കാളിൻ്റെ തുണ്ടും ഉണ്ട് കേട്ടോ. എല്ലാ പച്ചക്കറിൻ്റെയും തൊലി അന്നത്തെ നമുക്കിപ്പോൾ ഒരു ദിവസം എന്തൊക്കെയാണോ പച്ചക്കറി കിട്ടുന്നത്, ആ പച്ചക്കറി നമ്മൾ ഉണ്ടാക്കുന്ന എല്ലാ പച്ചക്കറിൻ്റെയും തൊലി ഇത് പിറ്റേന്ന് നമ്മൾ എടുത്തു. പഴത്തൊലിയൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടോ, നല്ലോണം ചീഞ്ഞിട്ടുണ്ട്. ഇനി അത് നമ്മളൊരു വെള്ളത്തിലേക്ക് ഒഴിച്ച് വെച്ചിട്ട് ഒരു ദിവസം ഫുള്ളും കിടന്നിട്ടുണ്ട് ഈ തിളച്ച വെള്ളത്തിൽ കേട്ടോ. പിറ്റേന്ന് രാവിലെ നമ്മൾ അതൊരു ബക്കറ്റിക്ക് ഒഴിച്ച് വെക്കുക. എന്നിട്ടത് വെള്ളം ചേർക്കുക. അത് ഈ ബക്കറ്റിലേക്ക് ഒഴിച്ച് വെച്ചു. എന്നിട്ടത് നിറയെ വെള്ളം ഒഴിക്കുക കേട്ടോ. അപ്പോൾ ഫുള്ളും നമ്മളതിൽ വെള്ളം നിറച്ചു. എന്നിട്ടൊരു സ്പൂണ് സാഫ് ഇട്ടു കേട്ടോ. എന്നിട്ട് അരിച്ചാണ് ഒഴിക്കുന്നത്. ഒരു സ്പൂണാണ് സാഫ് ഇട്ടത് കേട്ടോ. ഇനി എന്തെങ്കിലും ഫംഗസോ അങ്ങനെ എന്തെങ്കിലും ഒരു ദിവസം ഇരുന്നതുകൊണ്ട് ഞാൻ അപ്പോഴേ കൊടുക്കുന്നതാണ്. പക്ഷെ ഒരു ദിവസം ഇരുന്നതുകൊണ്ട് ഇനി എന്തെങ്കിലും ഫംഗസ് വരണ്ടെന്ന് കരുതിയിട്ടാണ് ഒരു സ്പൂണ് സാഫ് ഇട്ടത് കേട്ടോ ആ വെള്ളത്തിലേക്ക്. എന്നിട്ട് നല്ലോണം ഒരു മുണ്ട് വെച്ച് അരിച്ചിട്ടാണ് നമ്മൾ സ്പ്രേ ചെയ്യുന്നത് കേട്ടോ. നമ്മളെ പ്ലാന്റിന് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് വെളുത്തുള്ളിൻ്റെയും വലിയ ഉള്ളിൻ്റെയും തൊലി കേട്ടോ. അതുപോലെ തന്നെ ഇഞ്ചി, അതൊക്കെ നല്ലതാണ് നമ്മളെ പ്ലാന്റിന്. ഇപ്പം നല്ലോണം തിളപ്പിച്ച് ഒഴിച്ചതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ സത്തും നമ്മൾ ആ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ടാവും കേട്ടോ. നല്ലോണം നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഒഴിച്ചിട്ട് നമ്മൾ വെച്ച് കൊടുത്താൽ മതിയേ. ഇനി ബാക്കിയുള്ള വെള്ളം തന്നെ ഇത് അടിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് വീണ്ടും എല്ലാ പ്ലാന്റിനും കൊടുക്കാം കേട്ടോ.
നിറയെ കൊടുക്കുക കേട്ടോ. മുരട്ടിലും ലീഫിൻ്റെ അടിയിലും തണ്ടിലും എല്ലായിടത്തും കൊടുക്കണേ. ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, സ്പ്രേ ചെയ്യുമ്പോൾ ലീഫിൻ്റെ അടിയിൽ കൂടെയൊക്കെ കൊടുക്കണം എന്ന് കേട്ടോ. നമ്മൾ ഈ ടവർ കണ്ടില്ലേ ഇപ്പം നിങ്ങൾ? ടവറൊക്കെ നല്ല സൂപ്പറായില്ലേ? പാട്ടൊക്കെ പോയി നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇനി ഇതൊക്കെ വലുതായി കിട്ടിയാൽ നല്ലതേക്കാരം, നല്ല ഭംഗിയായിട്ട് നിറയെ പൂത്ത് നിൽക്കുമ്പോഴേ നല്ല ഭംഗിയായിക്കാരം കേട്ടോ. അങ്ങനെ ടവർ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ടവർ ഉണ്ടാക്കിക്കോളി. എന്താ കുറച്ച് സ്ഥലമുള്ളവർക്കൊക്കെ ടവർ ഉണ്ടാക്കാൻ നല്ല സൂപ്പർ ആയിക്കാരെ. കാരണം ഒരുപാട് പ്ലാന്റുകൾ കുറച്ച് സ്ഥലത്ത് കൊള്ളും. അതുപോലെ തന്നെ അത് ബാക്കിയുള്ള ഫെനലോപ്സിസിനും കൊടുക്കുന്നുണ്ട്. ഫെനലോപ്സിസിൻ്റെ ടവർ നമ്മൾ ഇപ്പോൾ അടുത്തുണ്ടാക്കിയതാണ്. അതിന് നല്ലോണം വേര് വരുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളെ വളം ഇങ്ങനെയൊക്കെയാണ്. നമ്മളെ വീട്ടിലുണ്ടാകുന്ന ജൈവ വളങ്ങളാണ് കൊടുക്കുന്നത്. അരി കഴുകിയ വെള്ളമോ അരി കഴുകിയ കാടി ഉണ്ടല്ലോ, അത് നമ്മളെ ഫെനലോപ്സിസിന് നല്ല എല്ലാ പ്ലാന്റിനും നല്ലതാണ്. ഒരു തുള്ളി പോലും അരി കഴുകിയ വെള്ളം കളയരുത്. അതൊക്കെ നല്ലതാണ് കേട്ടോ. ഇതെൻ്റെ ഗ്രൗണ്ട് ഓർക്കിഡ് കേട്ടോ. ഗ്രൗണ്ട് ഓർക്കിഡിലൊന്നും ഇപ്പോൾ അധികം പൂവില്ല, കുറച്ചൊക്കെ അങ്ങനെ പൂവ് വരുന്നുണ്ട്. എന്നാലും ഇപ്പം നന്നായി വരുന്നുണ്ട് കേട്ടോ. പറ്റ പോയിരുന്നു, ഇനിയിപ്പോൾ നന്നായി വന്നോളും. പൂവൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്. അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതണു. ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ചെയ്യണേ. നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഷെയറും ചെയ്ത് കൊടുക്കണം കേട്ടോ. ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാറുള്ള പോലെ തന്നെ നമ്മളൊരു ഫെർട്ടിലൈസർ കൊടുക്കുകയാണെങ്കിൽ എല്ലാ പ്ലാന്റിനും മൊത്തത്തിൽ കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ വേറൊരു പ്ലാന്റിന് നമ്മൾ തട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ പ്ലാന്റിന്മേൽ എന്തെങ്കിലും കേടുണ്ടെങ്കിൽ നമ്മളെ പ്ലാന്റിന് വരുവേ. ഓക്കെ, അത്രയൊക്കെയാണ് എനിക്ക് കാണിക്കാനുള്ളതും നിങ്ങളോട് പറയാനുള്ളതും. കഴിയുന്നിടത്തോളം ജൈവവളം കൊടുക്കുക. ഫെനലോപ്സിസിനാണെങ്കിലും അത് കൊടുത്ത് ശീലമായി കഴിഞ്ഞാൽ ഫെനലോപ്സിസിനും നല്ലതാണ്. അരി കഴുകിയ വെള്ളം ഒരിക്കലും കളയരുത്, ഫെനലോപ്സിസിന് ഏറ്റവും നല്ലതാണ്. ഓക്കെ കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.